നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വോട്ടർ പട്ടികയും ഇലക്ഷൻ നടപടികളും തുടരെ വിവാദമാകുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത കാത്തുരക്ഷിക്കാൻ വോട്ടെടുപ്പിൽ ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനം കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമാകുന്നു. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടും തിരികെക്കയറ്റലും നടക്കുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡിജിറ്റൽ തെളിവ് സഹിതം കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. കർണാടകയിലും ഹരിയാനയിലും ബീഹാറിലുമൊക്കെ വോട്ടർ പട്ടികയിൽ നടന്ന ക്രമക്കേടുകൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ചു പോലും 22 വോട്ടുകൾ ഹരിയാനയിൽ ചേർത്തത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കമേൽപ്പിക്കുന്ന സാഹചര്യത്തിലാണ് വോട്ടർമാർക്ക് ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യമുയരുന്നത്. ബയോമെട്രിക് തിരിച്ചറിയൽ എല്ലാ വോട്ടർമാർക്കും ഏർപ്പെടുത്തുകയാണ് തട്ടിപ്പ് തടയാനുള്ള ഒരു വഴിയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പാസ്പോർട്ടിനും ആധാർ കാർഡിനും വിമാനത്താവളങ്ങളിലെ ഡിജി യാത്രയ്ക്കും മറ്റും ബയോമെട്രിക് പരിശോധന നിർബന്ധമാക്കിയ സർക്കാരിന് വോട്ടർ തിരിച്ചറിയൽ കാർഡിനും ബയോമെട്രിക് ഉറപ്പാക്കാൻ തടസ്സമില്ല. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയിൽ സംശയമുള്ളതിനാൽ കടലാസ് ബാലറ്റിലേക്ക് മടങ്ങുകയെന്നതും ആവശ്യമായി ഉയരുന്നുണ്ട്. അതുവരെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വിവിപാറ്റ് സ്ലിപ്പുകൾ മുഴുവൻ എണ്ണേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തെരഞ്ഞെടുപ്പിലെ പണാധിപത്യം, വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സൗജന്യങ്ങൾ, പെരുമാറ്റച്ചട്ട ലംഘനങ്ങളിലെ പക്ഷാപാതിത്വം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളിലും പരിഷ്കരണവും തിരുത്തലുകളും ആവശ്യമാണ്. തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതികൾക്കും സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. ഭരണഘടനയെ അനുശാസിക്കുന്ന സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകളുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിശ്വാസ്യത നഷ്ടമായാൽ ഇന്ത്യ തകരുമെന്നും വെല്ലുവിളികളെ അതിജീവിക്കാനും തിരുത്തലുകൾ വരുത്താനും ബയോമെട്രിക് പോലുള്ള സംവിധാനങ്ങൾ സഹായിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ-ഖ്വയ്ദ ഭീകരർ 5 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയി. ഇവർ ജോലി ചെയ്യുന്ന കമ്പനിയും സുരക്ഷാ വൃത്തങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചു. എന്നാൽ ജീവനക്കാരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പടിഞ്ഞാറൻ മാലിയിലെ കൊബ്രിക്ക് സമീപം വ്യാഴാഴ്ചയായിരുന്നു സംഭവം. വൈദ്യുതി പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലെ ജീവനക്കാരെ തോക്കുധാരികളായ ഒരു സംഘം ഭീകരർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റിന്ത്യക്കാരെ തലസ്ഥാനമായ ബാമാക്കോയിലേക്ക് മാറ്റി. അതേസമയം ഇതുവരെ ഒരു സംഘടനയും സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. നിലവിൽ സൈനിക ഭരണകൂടത്തിന് കീഴിലാണ് മാലി. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളും ഇവരുമായി ബന്ധമുള്ള ക്രിമിനൽ ഗ്രൂപ്പുകളും രാജ്യത്ത് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങളും സംഘർഷങ്ങളും മൂലം ദരിദ്ര രാജ്യമായ മാലിയിൽ ഇപ്പോൾ വൻ പ്രതിസന്ധിയാണുള്ളത്. 2012 മുതൽ അട്ടിമറികളും സംഘർഷങ്ങളും നിറഞ്ഞ രാജ്യത്ത് വിദേശികളെ ലക്ഷ്യമിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലുകൾ സാധാരണമാണ്. സെപ്റ്റംബറിൽ ബമാക്കോയ്ക്ക് സമീപം 2 എമിറാത്തി പൗരന്മാരെയും ഒരു ഇറാനിയനെയും ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. പിന്നീട് $50 മില്യൺ നൽകിയാണ് ഇവരെ മോചിപ്പിച്ചത്. ജമ്മു കശ്മീരിലെ കുപ്വാരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. നിയന്ത്രണ രേഖയിൽ സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ നടത്തിയ തിരച്ചിലിലാണ് സൈനികർ ഭീകരരെ കണ്ടെത്തിയത്. ഇതിനിടെ ഭീകരർ സൈനികർക്ക് നേരെ വെടിയുതിർത്തതോടെ സൈന്യം തിരിച്ചടിച്ചു. വെള്ളിയാഴ്ച കുപ്വാരയിലെ കേരൻ സെക്ടറിൽ സുരക്ഷാ ഏജൻസികൾ സംയുക്ത തെരച്ചിൽ ആരംഭിച്ചിരുന്നു. പ്രദേശത്ത് സുരക്ഷാ സേന തെരച്ചിൽ തുടരുകയാണ്. ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടതായി സൈന്യത്തിന്റെ ചിനാർ കോർപ്സ് എക്സിൽ കുറിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജൻസുരാജ് പാർട്ടിക്കാണ് മുൻതൂക്കമെന്ന് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ. വൻ മുന്നേറ്റമായിരിക്കും പാർട്ടി നടത്തുകയെന്നും പ്രശാന്ത് പറഞ്ഞു. ബീഹാറിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അത് പക്ഷേ മഹാസഖ്യത്തിന് അനുകൂലമായിരിക്കില്ല. ജൻസുരാജ് പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്. മികച്ച പോളിംഗ് ശതമാനമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും അത് ശുഭസൂചനയാണെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു. NDAയ്ക്കും മഹാസഖ്യത്തിനുമെതിരായ വികാരമാണ് സംസ്ഥാനത്തുള്ളതെന്നും പ്രശാന്ത് പറഞ്ഞു. ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടന്നു. 65.08% പോളിംഗ്. ചൊവ്വാഴ്ചയാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. 14-നാണ് വോട്ടെണ്ണൽ. ബോഡി ഷെയ്മിംഗ് പരാമർശത്തിന് വിധേയയായ നടി ഗൗരി കിഷന് പിന്തുണയുമായി താരസംഘടന അമ്മ. ആരായാലും എപ്പോഴായാലും എവിടെയായാലും ബോഡി ഷെയ്മിംഗ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന കുറിപ്പോടെയാണ് അമ്മ രംഗത്തെത്തിയത്. തമിഴ് ചിത്രം അതേഴ്സിന്റെ പ്രൊമോഷൻ പ്രസ് മീറ്റിനിടെയായിരുന്നു സംഭവം. സിനിമയിൽ എടുത്തുയർത്തിയപ്പോൾ എന്തായിരുന്നു ഭാരമെന്നായിരുന്നു യൂട്യൂബ് ബ്ലോഗറുടെ ചോദ്യം. ഇതിനോട് ഗൗരി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. വയനാട്ടിൽ 82.104 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. കണ്ണൂർ മാട്ടൂൽ സെൻട്രൽ കപ്പാലം സ്വദേശിയായ മുഹ്സിൻ മുസ്തഫയാണ് പിടിയിലായത്. മുത്തങ്ങയ്ക്കടുത്ത് പൊൻകുഴിയിൽ വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മുഹ്സിൻ പിടിയിലായത്. ഹൈദരാബാദിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനായിരുന്നു ഇയാൾ. പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ ഏകദേശം 10 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മുഹ്സിൻ മുസ്തഫ.
അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടം 2026 മാർച്ച് 27 നടക്കും. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ലുസൈൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 2022 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ നടന്ന സ്റ്റേഡിയമാണ് ലുസൈൽ. കോപ്പ അമേരിക്കയിലെ ചാമ്പ്യന്മാരും യുവേഫ യൂറോ ജേതാക്കളും തമ്മിലാണ് ഫൈനലിസിമ പോരാട്ടം. നിലവിൽ അർജന്റീനയാണ് ഫൈനലിസിമ ജേതാക്കൾ. കഴിഞ്ഞ ഫൈനലിസിമയിൽ ഇറ്റലിയെ തോൽപ്പിച്ചാണ് അർജന്റീന ചാമ്പ്യന്മാരായത്. കുടുംബവാഴ്ചയിൽ നെഹ്റു കുടുംബത്തിനെതിരായ ശശി തരൂർ എംപിയുടെ പരാമർശം തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. രാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ചവരാണ് നെഹ്റു കുടുംബമെന്ന് കുര്യൻ പറഞ്ഞു. കോൺഗ്രസ് നയങ്ങൾ വിമർശിക്കുന്നവർക്കും കോൺഗ്രസിൽ ഇടമുണ്ട്. പാർട്ടിക്ക് പുറത്ത് പാർട്ടിയുടെ നയത്തെ വിമർശിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്തതെന്നും കുര്യൻ പറഞ്ഞു. ശശി തരൂർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞതായിരിക്കാം, എന്നാൽ ആ കാഴ്ചപ്പാടിനോട് താൻ യോജിക്കുന്നില്ല. ശശി തരൂരിന്റെ പരാമർശം നെഹ്റു കുടുംബത്തെ ഉദ്ദേശിച്ചാണെന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല. ലേഖനം വായിച്ചില്ല. നെഹ്റു കുടുംബം കുടുംബാധിപത്യം വഴി വന്നവരല്ല. നെഹ്റു കുടുംബത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെന്നും കുര്യൻ പറഞ്ഞു. ഇടപ്പള്ളിയിൽ വാഹനാപകടത്തിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചു. ആലപ്പുഴ സ്വദേശികളായ ഹരുൺ ഷാജി, മുനീർ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 ഇടപ്പള്ളി ബാങ്ക് ജംഗ്ഷനിലായിരുന്നു സംഭവം. അപകടത്തിൽപ്പെട്ട് മറ്റ് 2 പേർക്ക് പരിക്കേറ്റു. ഇവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ മെട്രോ പില്ലറിൽ ഇടിച്ചായിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായ സംഭവത്തിൽ നിർണായക ഉത്തരവുമായി കോടതി. 6 ജീവനക്കാരെ നുണപരിശോധന നടത്താനാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് സുപ്രധാന ഉത്തരവ്. ഫോർട്ട് പോലീസ് നൽകിയ അപേക്ഷയിലാണ് സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത്. ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശാൻ സ്ട്രോങ് റൂമിൽ നിന്നെടുത്ത സ്വർണത്തിൽ നിന്നാണ് 13 പവൻ കാണാതായത്. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ മണലിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണം കണ്ടെത്തിയിരുന്നു. നുണപരിശോധനയ്ക്ക് മുൻപ് അനുമതി പത്രം വാങ്ങണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയ് 7-നും 10-നും ഇടയിലാണ് സ്വർണം കാണാതായത്. ക്ഷേത്രം മാനേജറാണ് പോലീസിൽ പരാതി നൽകിയത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.